നമസ്കാരം. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ എന്തും നടക്കും. കോൺഗ്രസോ ബിജെപിയോ വിചാരിച്ചാലല്ല, മറിച്ച് ഭാഷയും സംസ്കാരവും സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കന്നഡ രക്ഷണ വേദിക എന്ന സംഘടന വിചാരിച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം തന്നെ സംസ്ഥാനത്ത് തലക്കനമേറെയുള്ള ഒരു സംഘടനയാണിത്. മഹാരാഷ്ട്രയുമായുള്ള അതിർത്തി തർക്കത്തിന്റെ പേരിലും കാവേരി നദീജല തർക്കത്തിലും കന്നഡ സംരക്ഷണ വേദികയുടെ ചൂട് എല്ലാ ഭരണകൂടങ്ങളും അറിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ബംഗളൂരുവിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കന്നഡ ഭാഷ ബോർഡുകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഘടന നടത്തിയ ചില അക്രമങ്ങൾ അത് രാജ്യമൊന്നടങ്കം ചർച്ചാ വിഷയമായിരുന്നു. നിലവിൽ മധുവിധു പിന്നിടാത്ത സിദ്ധരാമയ്യ സർക്കാർ ഒരൽപ്പം വിയർക്കുന്നുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. വിറപ്പിച്ച ചരിത്രം മാത്രമുള്ള ഒരു തീവ്ര സ്വഭാവം ഉള്ള സംഘടന രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണെങ്കിൽ കർണാടകയിൽ കോൺഗ്രസിന്റെ ഭരണം അത്ര എളുപ്പമാവില്ല. അതുകൊണ്ട് തന്നെയാണ് അനുനയ നീക്കങ്ങളുമായി ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉൾപ്പെടെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ സംഘടനയുടെ പ്രതിഷേധത്തോട് BJPയും വളരെ പക്വമായി അല്ലെങ്കിൽ വളരെ കരുതലോടെ തന്നെയാണ് ഇതുവരെയും പ്രതികരിച്ചിട്ടുള്ളത്. കന്നഡയാണ് ജാതി, കന്നഡയാണ് മതം, കന്നഡയാണ് ദൈവം എന്നതാണ് ഇവരുടെ മുദ്രാവാക്യം. എന്തായാലും ഈ സംഘടന പറയുന്നത് തങ്ങൾ സമാധാനപരമായി മാത്രമേ പ്രതിഷേധിക്കൂ എന്നാണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അക്രമ സംഭവങ്ങൾ അവരുടെ ഉറപ്പിന് വലിയ മങ്ങലേൽപ്പിക്കുന്നുണ്ട്. 62 ലക്ഷം പേർ സംഘടനയിൽ ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തീവ്ര കന്നഡ വികാരം ആളിക്കത്തിച്ച് കർണാടക രക്ഷണ വേദികയെ മുന്നോട്ട് വരുമ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസും കേന്ദ്രം ഭരിക്കുന്ന BJPയും ഒരുപോലെ തന്നെ വലിയ ആശങ്കയിലാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.